നടി ഹണി റോസിൻ്റെ പരാതിയിൽ ബോച്ചേനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ബോച്ച എന്ന് പറയുമ്പോൾ തന്നെ ഉള്ളിലൊരു ചിരി പൊട്ടുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിലൂടെ ഉൾപ്പെടെ പല ഇൻ്റർവ്യൂവിലും നമ്മൾ ഈ ബോബി ചെമ്മണ്ണൂരാണ് ഈ ബോച്ചെ, അയാൾ തന്നെ പറയുന്നത് അയാളുടെ സ്റ്റാഫുകൾ ഉൾപ്പെടെ അയാളെ സാറെന്നോ ബോബി ചെമ്മണ്ണൂരെന്നോ ഒന്നും വിളിക്കാൻ പാടില്ല. ഏതൊരാൾ ചെന്നാലും അയാളെ ബോച്ചെ എന്ന് വിളിക്കാവുള്ളൂ. അങ്ങേര് കൽപ്പറ്റയിൽ അദ്ദേഹത്തിൻ്റെ ജ്വല്ലറി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഹണി റോസ് വന്നിരുന്നു. അപ്പോൾ അവിടെ വെച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു പരാമർശവും പിന്നെ അതിനുശേഷം ഇദ്ദേഹം തന്നെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കൊടുത്ത ചില ഇൻ്റർവ്യൂവിലുള്ള ഈ ഒരു പരാമർശത്തെക്കുറിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രതികരണം, ഇതൊക്കെ കൂടി ഒരു വലിയ സൈബർ ആക്രമണത്തിലാണ് ഈ നടി എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ഞായറാഴ്ച ഫേസ്ബുക്ക് പോസ്റ്റ്. അതിനകത്ത് പേരിടാതെയായിരുന്നു അവരുടെ ആദ്യത്തെ പോസ്റ്റ്. പിന്നെന്തായാലും പക്ഷേ ഇവിടെ കേരളത്തിലുള്ള മിക്കവാറും എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു അത് ആരായിരുന്നു. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ആ പോസ്റ്റ് അവർ ഇട്ട് കഴിഞ്ഞപ്പോൾ പോലീസ് കേസ് കൊടുക്കാതെ ഇട്ടത് കൊണ്ട് തന്നെ ആയിരിക്കും തോന്നുന്നു. അതിൻ്റെ അടിയിൽ ഒരുപാട് തെറിയും കാര്യങ്ങളും വന്നു ആ പോസ്റ്റിൻ്റെ അടിയിൽ, അല്ലെങ്കിൽ അതുമായിട്ട് ബേസ് ചെയ്ത് വന്ന വാർത്തകളുടെ അടിയിലൊക്കെ. തിങ്കളാഴ്ച എന്ന് തോന്നുന്നു ഒരു കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നതും. അവർക്ക് കുറേ 10-30 പേർക്കെതിരെ കേസ് കൊടുക്കുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ ആ ഒരു ഇതങ്ങ് തീർന്നു. ഒരു 60 വയസ്സിന് മുകളിലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെന്നിട്ടാണ് കമന്റ് ചെയ്യണത്. ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. ഈ പറയുന്ന ചങ്ങാതി മറ്റേ ബോച്ചെ വയനാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് നമ്മുടെ കൊച്ചിയിൽ പോലീസുകാർ വന്നിട്ടുണ്ട്. ഇവിടെ 6 മണിയാകുമ്പോഴേക്കും എത്തും. ഇവിടെ വൈദ്യ പരിശോധനയൊക്കെ കഴിഞ്ഞ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി. ഇദ്ദേഹം അകത്തു പോവോ പുറത്തു പോവോ എന്നറിയില്ല. ചിലപ്പോൾ ഇത് ഈ ഒരു വീഡിയോ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ആയിരിക്കും അതിൻ്റെ ഒരു സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് അറിയാൻ കഴിയാം. പക്ഷെ ഇപ്പോൾ നമ്മളത് നോക്കുന്ന ഇയാൾ അകത്ത് പോവോ പുറത്തു പോവോ എന്നുള്ളതല്ല. ഇത്തരം ഒരു സമീപനം കേരളത്തിൽ വൻതോതിൽ നടക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ വഴി ഒരാളെ അപമാനിച്ചുകൊണ്ട് ഹീറോയാവുക, സോഷ്യൽ മീഡിയ വഴി അപമാനിക്കപ്പെട്ടുകൊണ്ട് ഹീറോയാവുക, ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ. പിന്നെ വേറൊരു തന്നെയില്ല ഈ ആറാട്ടണനോ, അതുപോലെ മറ്റേ അലൻ ജോസ് പെരേര, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ അണ്ണന്മാരുണ്ട്. ഇവർ പോയിട്ട് നടിമാർക്ക് ഷെയ്ക്കാൻഡ് കൊടുക്കാൻ പോവുക, നടിമാരുടെ കൂടെ ഫോട്ടോ എടുക്കുക, അങ്ങനെ കുറെ. അല്ല, ഈ പബ്ലിസിറ്റി എന്നുള്ളത് നെഗറ്റീവ് പോസിറ്റീവ് എന്നില്ല. പബ്ലിസിറ്റി ഒരു പബ്ലിസിറ്റിയാണ്. അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് ഓരോരുത്തരുടെ കഴിവ് പോലെ. പബ്ലിസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പോസിറ്റീവായിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിലോട്ട് അതിനെ മാറ്റിയെടുക്കാൻ വിവരമുള്ളവർക്ക് പറ്റും. ഈ ഹണി റോസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഉദ്ഘാടനങ്ങൾ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാവാറുണ്ട്. ഇവരുടെ ഒരു ഡ്രസ് കോഡും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ഇതിനെ അനുകൂലിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ഒക്കെ നമ്മൾ കുറേ നാളായി കാണുന്നുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് ഹണിയുമായിട്ടൊരു ബന്ധമുണ്ട്. എൻ്റെ ഒരു സുഹൃത്താണ് ഹണി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഉദ്ഘാടനങ്ങൾക്ക് വേണ്ടി ഇവർക്കും നല്ല തിരക്ക് വരാറുണ്ട്. ഇവർ കേരളത്തിൻ്റെ പുറത്തും അകത്തും ഒക്കെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതുപോലെയുള്ള കുറേ ഉദ്ഘാടനങ്ങൾ നമ്മൾ വേറെ അവരുടെ ഒരു ഉപജീവനമാർഗ്ഗം ഇപ്പോൾ ഉദ്ഘാടനമാണോ എന്ന് എനിക്ക് സംശയം. സിനിമകൾ കുറഞ്ഞു, സിനിമകളില്ല എന്ന് പറഞ്ഞു. അവരത് ഒരു ഉപജീവനമാർഗ്ഗമല്ല, അവരതിനെ ഒരു പ്രൊഫഷണലായിട്ട് തന്നെ എടുത്തിരിക്കുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പം ഇതിലൂടെ പോകുമ്പോൾ ഇവർ ഈ പറയുന്ന പോലെ നമ്മുടെ കൽപ്പറ്റയിലുള്ള ബോബി ചെമ്മണ്ണൂരിൻ്റെ പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് അവർ വരും. അവർ ഡാൻസ് കളിക്കാറുണ്ട്. അതുപോലെ തന്നെ അവിടെ ഡാൻസ് കളിച്ചു, ആഭരണത്തിന് വേണ്ടിയൊക്കെ ആഭരണമൊക്കെ ഇട്ട് മോഡലിംഗ് ചെയ്തു. ഇത് മാത്രമല്ല, വേറൊരു നടിയെക്കുറിച്ച് ഇങ്ങനെ ഈ ചങ്ങാതി ഇതുപോലത്തെ വർത്താനം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് പേരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇയാളുടെ വായിൽ നിന്ന് വരുന്ന ഈ തെറിയും അല്ലല്ല, ഇയാൾ പറയുന്നത് ഭയങ്കര മോശമായിട്ട്. കഴിഞ്ഞ ഏതൊരു കുട്ടി ബോബി ചെമ്മണ്ണൂരിന്റെ അവിടെ കളക്ഷൻ ഇല്ല എന്ന് പറഞ്ഞപ്പോ അത് കാണിച്ചു. പക്ഷെ അത് ബോഡി ലാംഗ്വേജും അയാൾ പറഞ്ഞ വാക്കിൽ ഒന്നുമില്ലെങ്കിലും അയാൾ കാണിച്ച രീതിയെല്ലാം വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടി പറയേണ്ടി വരും. വളിപ്പല്ല ഇങ്ങനെ അടിക്കുന്നത്. ബുദ്ധിപരമായി അസഭ്യം പറഞ്ഞ് വളിപ്പനായി അതിലൂടെ ഇയാൾ വലിയ ആളാണ്. ഇയാളെയൊക്കെ പിന്തുണയ്ക്കാൻ കുറെ ആൾക്കാരുണ്ട്. ബോച്ചെ ഫാൻസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയുന്ന, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന, ഇവന് കുറെ കാശുണ്ടെന്ന് വെച്ച് അവന്റെ കാശ് മേടിച്ച് അവനെ പിന്തുണയ്ക്കുക എന്ന് പറയുന്ന കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇദ്ദേഹം പറയുന്നത് മിക്കവാറും ഈ ഹലോ സിനിമയിൽ നിന്റെ അമ്മായിയമ്മയുടെ 16 അടിയന്തരത്തിന് പായസം വെക്കാൻ എന്ന് പറയുന്ന പോലെ. അതായത് അതിനകത്ത് അസഭ്യം എവിടെയാന്ന് ചോദിച്ചാൽ അത് ഒന്നിച്ച് പറയുമ്പോഴേ അതിനകത്ത് ഒരു വാക്കിനായിട്ട് അസഭ്യമില്ല എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ, അദ്ദേഹത്തിന്റെ സംസാരം, പെരുമാറ്റം, അദ്ദേഹത്തോട് പറഞ്ഞ വാക്ക്, അദ്ദേഹം രീതി, ഇതൊക്കെയാണ് ഒരു അസഭ്യം എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പം പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പരാമർശം എന്ന് പറയുന്നത് കുന്തിദേവി എന്നുള്ളതാണ്. ഞാൻ ഉദ്ദേശിച്ച മഹാഭാരതത്തിലൊരു കഥാപാത്രത്തെയാണെന്ന് അദ്ദേഹം പറയുന്നത്. സീരിയൽ കണ്ടാണ്. ഏത് സീരിയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് അറിയില്ല. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയണം ധനരാജ്. നമ്മുടെ ഈ കേരളത്തിലെ മിക്ക സാറ്റലൈറ്റ് മാധ്യമങ്ങളടക്കം
ഇദ്ദേഹത്തിന്റെ ബൈറ്റ് വാങ്ങിക്കാനൊക്കെ ആയിട്ട് ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഹണി റോസിന്റെ ബൈറ്റുകളെല്ലാം കേട്ട് അതിന് കൃത്യമായ പിന്തുണയോടുകൂടി നിൽക്കുമ്പോഴും ഇദ്ദേഹത്തെ ശ്രീ ബോബി ചെമ്മണ്ണു, ശ്രീ ബോച്ചെ എന്നൊക്കെ വിളിച്ചിട്ടാണ് ഇവർ ഈ സംസാരിക്കുന്നത്. അത് വേറൊരു കാര്യം. പരസ്യം കിട്ടുന്നുണ്ട് ഇവരുടെ നിലനിൽപ്പ്. ബോബി ചെമ്മണ്ണു ഓടിയ പരസ്യം. ഞാനൊരു മാധ്യമ സ്ഥാപനത്തില് 2012-ലോ 2013-ലോ ആണെന്നാണ് എൻ്റെ ഓർമ്മ, ഇന്ത്യ മിഷനിൽ എന്തോ ആയിരുന്നു. ആ സമയത്ത് നമ്മള് ഇദ്ദേഹത്തിന്റെ ഒരു ഓട്ടം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ട്. ഈ ഓട്ടത്തിന്റെ സമയത്ത് എല്ലാ മാധ്യമങ്ങളുടെയും ഒരു പ്രതിനിധിയും ഒരു ക്യാമറമാനും ഇദ്ദേഹത്തിനോടൊപ്പം നടക്കുകയായിരുന്നു. അന്ന് പരസ്യം ഉണ്ടായിരുന്നു, എല്ലാ മാധ്യമങ്ങൾക്കും ഇദ്ദേഹത്തിന്റെ പരസ്യം. അത് ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഞാൻ മീഡിയ വണ്ണിലെങ്ങാണ്ട് കണ്ടിരുന്നു, എന്തോ 141 കിലോമീറ്റർ ഓടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ ഒരു നടിയായിട്ട്. പിന്നെയും പരസ്യത്തിന് വേണ്ടി ഇങ്ങനെ നടക്കുക, ആ പരസ്യത്തിലൂടെ അദ്ദേഹത്തിന്റെ ബിസിനസ് വർദ്ധിപ്പിക്കുക. ഇതൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന്റെ അടുത്ത് പോയി സാധനങ്ങൾ വാങ്ങിക്കുവാനായിട്ടുള്ള ഐഡിയാസ് എല്ലാം ഇത്തരത്തിലുള്ള പരാമർശങ്ങളിലൂടെയൊക്കെ അദ്ദേഹം എങ്ങനെയെങ്കിലും ഒപ്പിക്കുക എന്നുള്ള കുറേ കാര്യങ്ങളാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായിരിക്കും ഈ ഒരു കേസ്? ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേർക്ക് അതിൻ്റെ ഒരു മാറ്റം, ഈ ഹണി റോസിന്റെ നമ്മൾ ആദ്യം പറഞ്ഞുല്ലോ, അവരുടെ കമന്റുകളിൽ വന്ന മെസ്സേജുകളും മറ്റും ഒരു ചേഞ്ച്, ഇതൊരു നല്ല രീതിയിലായിരിക്കും. അതിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, ഈ മെസ്സേജുകളിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇനി കുറെ ആളുകൾ ശ്രദ്ധിക്കും. ഇനി ഹണി റോസിന് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർക്കും ഈ ഒരു ഇത് ഏറ്റുപറഞ്ഞു. 4 മാസം മുമ്പ് നടന്ന ഒരു ഇൻസിഡന്റിനെ കുറിച്ച് ഇവർ ഏറ്റുപറഞ്ഞു, പരാതിപ്പെട്ടു. ഇത് പൊതു ഇടങ്ങളിൽ ചർച്ചയായി. ഇത്തരത്തിലുള്ള ഒരു സാധനം വരുമ്പോൾ അവർക്കും ഇതിനൊരു മൈലേജായി. അവർക്ക് സോഷ്യൽ മീഡിയയിൽ മൈലേജ് കിട്ടിയ ആളായ ഒരാളാണ് ഹണി റോസ്, സംശയമില്ല. അവർ സിനിമയിലൂടെ ഒന്നല്ല, അവർ ഉദ്ഘാടനം ചെയ്യുന്നു. അത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലും റീൽസും ഷോർട്സും ഒക്കെ ആയിട്ട് ഇവരുടെ ഈ ഉദ്ഘാടനത്തിൻ്റെ വീഡിയോസ് വരുന്നു. ഈ വീഡിയോസ് കണ്ട് ഇവരെ ഉദ്ഘാടനത്തിന് കൊണ്ടുപോകുന്ന മിനിമം ഇത്ര പേര് കാണുന്നുണ്ട്. അപ്പോൾ അനേകം ലക്ഷം ആളുകൾ അവരുടെ ഷോർട്സും ഇതെല്ലാം കണ്ട്, അല്ലാണ്ട് ഇവരുടെ ഉദ്ഘാടനത്തിന്, ഇപ്പം നമ്മുടെ അടുത്തൊരു ഉദ്ഘാടനത്തിന് ഇവർ വന്നു കഴിഞ്ഞാൽ ഒരു 300-350 പേരുണ്ടാവും ഈ ഉദ്ഘാടനം കാണാൻ വേണ്ടി. അതല്ല ഇവരുടെ ഒരു വാല്യൂ വെച്ചിട്ട് ഇവരെ സോഷ്യൽ മീഡിയയിലൂടെ ഈ ഉദ്ഘാടനം പ്രസിദ്ധപ്പെടുത്തുക എന്നുള്ളതാണ്. ഏതൊരു സ്ഥാപനത്തിലും ഒരു ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ കിട്ടുന്ന നേട്ടം അത് ഇനിയും വർദ്ധിക്കും. ഈ കയ്യിൽ മറ്റേ ഇതില്ലാത്ത ഷർട്ടും ഇട്ട് തലയിൽ കെട്ടും കെട്ടി ഒരു മുണ്ടും മടക്കി വാ വിളിച്ച് പ്രാന്തനെ പോലെ നടക്കുന്ന ഒരു ബിസിനസ്സുകാരൻ്റെ ഉദ്ഘാടനമൊന്നും ആയിരിക്കില്ല ഇനി അവർക്ക് വരാൻ പോകുന്നത്. ഇനി അവർക്ക് വരാൻ പോകുന്നത് വളരെ കോർപ്പറേറ്റ് ആയിട്ടുള്ള കോട്ടും സൂട്ടൊക്കെ ഇട്ട ആളുകൾ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിനെതിരെ, ഇത്തരത്തിലുള്ള ഒരു വലിയ ഇതിനെതിരെ പ്രതികരിച്ച ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇവർ വരുന്നു. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പരാതിപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ ഈ പറയുന്ന പോലെ അവർ പ്രൊഫഷണലായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഈ ഒരു കാര്യത്തിൽ അവർക്ക് ഒട്ടും ഇവരെ പറ്റി ഒരു നടി, സിനിമാ മേഖലയിൽ തന്നെയുള്ള ഒരു നടി അവർ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ലൈംഗിക ദാരിദ്ര്യത്തിൻ്റെ ഒരു പരിച്ഛേദനമാണ് അവർ ഈ കാണിക്കുന്നതിന് ആള് കൂടുന്നതും അതാണ് അവരെ സെല്ല് ചെയ്യുന്നതും എന്ന രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. അതിനോട് നമുക്ക് ഒട്ടും യോജിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സ് ഇടാനുള്ള ഒരു അധികാരം നമ്മുടെ ഭരണഘടനയിലുണ്ട്. അതിട്ട് വരുന്നു, അവരവിടെ ഇരുന്ന് അവരുടെ ജോലി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാം. അതിന് നമുക്ക് ഈ പറയുന്ന പോലെ നടിക്ക് അഭിപ്രായം പറയാം. ഇന്നലെ ഹണി റോസ് പറഞ്ഞത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിലുള്ള ഡ്രസ്സ് ഇട്ടിട്ടുള്ളൂ. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ അങ്ങനെ ഏതെങ്കിലും ഡ്രസ്സ് ഇടാൻ പാടില്ല എന്നൊന്നും ഉള്ളതായിട്ട് എനിക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കാം എന്നുള്ളത്. അതെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കാം. അല്ലാതെ നിയമം അനുശാസിക്കുന്ന ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ എല്ലാത്തിനും നിയമത്തെ കൂട്ടുപിടിക്കുന്നത് ശരിയല്ല. പിന്നെ അവരൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അവർ പരാതി കൊടുത്തു. ഇന്നിപ്പോൾ അവർ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി വിളിച്ചു, DGP വിളിച്ചു, പോലീസ് ഉദ്യോഗസ്ഥർ വിളിച്ചു. പക്ഷേ ഇതുകൊണ്ട് സാധാരണ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അപമാനം നേരിട്ടാൽ അവർക്ക് വിളിക്കാൻ ധൈര്യം ഉണ്ടാവുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയാം. സ്ത്രീത്വം അപമാനിക്കുക എന്ന് പറയുന്നത് പല രീതിയിൽ പല സാഹചര്യങ്ങളിലുണ്ട്. ഇത് പിന്നെ എല്ലാവരും കാണുക, വീഡിയോ ക്യാമറകളും ഒക്കെ കണ്ടു. പക്ഷെ ഇതുകൊണ്ട് നാളെ സിനിമാ നടിക്ക് ചെയ്യാമെന്നല്ലാതെ സാധാരണ ഒരു പെൺകുട്ടിക്ക് ഇനി ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിന് പ്രതികരിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. നമുക്കിതിൻ്റെ ഈ ചർച്ചയുടെ അവസാനത്തിലേക്ക് പോകുമ്പോൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഹണി റോസ് കാരണം പെട്ടുപോയ വേറൊരാളുണ്ട്, നമ്മുടെ പാവം അമ്പൂക്ക അൻവർ. ഇദ്ദേഹത്തിന് ജയിലിലൊക്കെ പോയി തിരിച്ചു വന്നിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാമടാ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മളൊരു സിനിമയെ കണ്ടിട്ടില്ലേ, കല്യാണരാമൻ സിനിമയിൽ വരുമ്പോൾ ആരുമില്ല. അത് അവസ്ഥയായി അൻവർക്കാടെ കാര്യത്തിൽ. കാരണം എല്ലാ മാധ്യമങ്ങളും ഈ ഹണി റോസിന്റെ പുറകെയും ഹണി റോസിന്റെ വാർത്തയും ബോച്ചയുടെ പുറകെയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ബോച്ചയുടെ അറസ്റ്റ് പോലും അങ്ങനത്തെ ഒരു മറവിന് വേണ്ടി ഉണ്ടാക്കിയാണെന്ന് കാര്യമായിട്ട് നമുക്ക് സംശയിക്കേണ്ടി വരും.
അപ്പോൾ ഹണിറോസ് ചതിച്ച ആശാനെ എന്നുള്ള രീതിയിലായിരിക്കും അമ്പൂക്ക ഫാൻസ് നിൽക്കുന്നത്. എന്നാലും കേരളത്തിലെ സ്ത്രീകൾ സുരക്ഷിതമായി തന്നെ മുന്നോട്ട് പോകണം. അവർക്കെതിരെയുള്ള അശ്ലീല പരാമർശങ്ങൾ അത് ആര് ചെയ്താലും, അത് ഏത് വലിയ ബിസിനസ്സുകാരൻ ചെയ്താലും, ഏത് വലിയ മുതലാളി ചെയ്താലും, ഏത് ചാനലുകൾ കയ്യിൽ വാങ്ങിച്ചു വച്ച് അവരോടൊപ്പം നിന്ന് അവരുടെ കൊടുത്ത് പരസ്യമൊക്കെ കൊടുത്ത് ചെയ്താലും ഇത് കേരളമാണ്, ഇത് ഇന്ത്യയാണ്, ഇവിടെ ഒരു നിയമമുണ്ട്, നിയമത്തിൻ്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. എന്തായാലും മറ്റു വിഷയമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.